വിനാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടവർജിക്കണമെന്ന് പറഞ്ഞ ഹദീസിൽ ഒന്നാമത് പുണ്യ റസൂൽ എണ്ണിയതേതാ? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ. കണ്ടോ? അപ്പൊ ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ? ലാ തഖൂമു സ്സാഅ ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ. എന്റെ ഉമ്മത്തിൽ കുറെ ആളുകൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുകയില്ല. അപ്പൊ അത്രത്തോളം മുസ്ലിം ഉമ്മത്ത് അധപ്പതിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ വിഭാഗങ്ങൾ മുശ്രിക്കുകളോട് ചേർന്ന് നിൽക്കും. വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ ശിർക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന കാലം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മത്തിൽ ശിർക്ക് വരില്ലെന്നാണോ പ്രവാചകൻ പറഞ്ഞത്? ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, ശിർക്ക് വരും. ശിർക്കിനെ ഭയപ്പെടണം, മറ്റു പാപങ്ങളെക്കാൾ ഏറെ ഭയപ്പെടണം എന്ന് ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാതൊരു പങ്കുകാരനോ ഇടയാളനോ ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ഈ തൗഹീദ് അത് മുസ്ലിം ഉമ്മത്തിന് കൈമോശം വന്നിരിക്കുന്നു. മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്നും ഏറെ പിറകോട്ട് പോയിരിക്കുന്നു. എങ്കിൽ അവരത് പഠിപ്പിക്കാൻ, അവരതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ, അതിനെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടാക്കുവാൻ എന്തു വേണം? നാം നമ്മുടെ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കണം. ശിർക്ക് ഈ ഉമ്മത്തിൽ വരുമെന്നും ശിർക്ക് വരുന്ന വഴികൾ ഏതാണെന്നും നാം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ശിർക്ക് മാത്രമല്ല, ശിർക്കിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം ആദ്യം മുതൽക്ക് തന്നെ ആളുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.